വളരെ വേഗം തയ്യാറാക്കിയതും എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. സോ വെൽക്കം ടു വി ഹാൻഡ്സ് റെസിപ്പീസ്. നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഗാർലിക് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ എടുത്തിട്ടുണ്ട്. ഗാർലിക്കാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. ഇത് ടാമറിൻ്റെ ജ്യൂസ്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ചിക്കൻ 1 കിലോയോളം ഉണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അതിലേക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഇത്തിരി കായത്തിൻ്റെ പൊടിയും ഉപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് കുരുമുളക് പൊടിച്ചെടുത്തത്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ്. ഇതിന് ഒരു കോട്ട് പോലത്തെ നിൽക്കാനായിട്ട് ഇത്തിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ആ പീസയിലൊക്കെ നല്ലതായിട്ട് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും നല്ല കോട്ടഡായിട്ട് നിൽക്കും. അപ്പം ഇതിവിടെ റെഡി ആയിരിക്കട്ടെ. ഇനി പാൻ വയ്ക്കുന്നു. ഓയിൽ നല്ലതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗാർലിക്കും ജിഞ്ചറും പീസിന് സെപ്പറേറ്റ് ആയിട്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 4 മിനിറ്റ് നമ്മൾ ഇത് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് നല്ല രീതിയിൽ റോസ്റ്റായിട്ട് വരും. ആ സമയം നമ്മളതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് പെരിഞ്ജീരകമാണ് ഞാനിവിടെ ചേർത്തത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ അടുത്ത സൈഡ് കുക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 4 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് വൈറ്റ് ഒനിയനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് ഒനിയൻ ചേർത്തത് കൊണ്ടാണ് ഈ ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. കാര്യം ഇതൊരു വളരെ സോഫ്റ്റാണ്. അല്ല സാധാ ഒനിയനാണെങ്കിൽ ഇത്തിരി നേരത്തെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ടാമറിൻ്റെ ജ്യൂസ് നമ്മളെടുത്തിട്ടുള്ള പിഴിപുളി എന്ന് പറയും, അത് പിഴിഞ്ഞ് എടുത്തിട്ടുള്ള പുളി ഏകദേശം ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ളതാണ് നമ്മൾ പിഴിഞ്ഞെടുത്തത്. അത് ചേർത്ത് കൊടുത്തു. പിന്നെ കറി ലീവ്സ് ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് ഇതിൻ്റെ ടേസ്റ്റിനെ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത്തിരി സോൾട്ടും ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. സോൾട്ട് നേരത്തേത് ഇനഫ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട, അല്ലാത്ത പക്ഷം ആഡ് ചെയ്താൽ മതിയാകും. എന്തായാലും ഷുഗർ ഒരു ഇത്തിരി ആഡ് ചെയ്യണം. പിന്നെ ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തു. സോ ഡിന്നറിനൊപ്പം സെർവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വി ഹാവ്.